ബാലു എന്നാണ്. ഏകദേശം ഒരു 3 വർഷം ജോലിയോടൊപ്പം ഇപ്പൊ ഒരു 3 വർഷമായിട്ട് ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ് അവസരം ഏറ്റെടുത്ത് ചെയ്യുന്നു. അപ്പോ എനിക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടേതായ മേഖലകളിൽ പ്രവർത്തിച്ച് നല്ലൊരു വരുമാനം വാങ്ങി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ഒന്നുകിൽ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് ആവാം, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാകാം, അതേപോലെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആവാം, അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് പേഴ്സൺ ആവാം. ഇങ്ങനെ പല മേഖലയിൽ പ്രവർത്തിച്ച് ജീവിതത്തിൽ ഒരു പുരോഗതി വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാവാം നമ്മൾ ഓരോ വ്യക്തികളും. ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യം, 2 സമ്പത്ത്, 3 സ്വാതന്ത്ര്യം. അല്ലെ, കഴിഞ്ഞ ദിവസം നമ്മൾ ആഗസ്റ്റ് 15 അല്ലെ നമ്മൾ ആഘോഷിച്ചു. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ദിവസം നമ്മൾ ആഘോഷിച്ചു. ഇത് 3ഉമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു 90% ആളുകൾക്കും ഇത് 3ഉം ഒരുമിച്ച് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞാനിവിടെ പറയാൻ പോകുന്ന ഈ അവസരം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പ്രയോജനം ചെയ്യും എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അപ്പൊ നമ്മളൊരു വ്യക്തി വരുമാനം ഉണ്ടാക്കുന്നത് താഴെ കാണുന്ന 2 വരുമാന മേഖലകളിലൂടെയാണ്. ഒന്ന്, ഒരു ജോലി ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തിട്ടോ ആവാം ഒരു വ്യക്തി വരുമാനം ഉണ്ടാക്കുന്നത്. അല്ലെ, ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിന് ഒരു വരുമാനം ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു സാധാരണക്കാരൻ, ഒരു കോമൺ വ്യക്തി വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ഇന്ത്യൻ സാമ്പത്തിക സാഹചര്യം അനുസരിച്ച് 8 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് 15,000 മുതൽ 40,000-ൽ താഴെ ഒക്കെയാണ് വരുമാനം സമ്പാദിക്കാൻ കഴിയും. എന്നാൽ 16 മണിക്കൂർ, അതായത് 8 മണിക്കൂർ കൂടാതെ 16 മണിക്കൂർ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് 25,000 മുതൽ 60,000 വരെയാണ് അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് പറയുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് സംബന്ധിച്ചോളം അദ്ദേഹത്തിന് 50,000 മുതൽ 1,00,000-ൽ താഴെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, വ്യക്തിക്ക് കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂർ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇതിനെ ലീനിയർ, അതായത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ സ്വന്തമുള്ള ഒരു വരുമാനം, സ്വന്തം പ്രവൃത്തിയുമായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഒരു വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മുതലാളിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം ഇതേപോലെ 8 മണിക്കൂറോ 16 മണിക്കൂറോ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആയിരക്കണക്കിന് ആളുകൾ വെച്ച് തൊഴിൽ ചെയ്യിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രവൃത്തി എടുപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തി മണിക്കൂർ 10,000-കണക്കിന് ആയി മാറുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വരുമാനവും കോടികൾ ആയി മാറുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതേപോലെ ഒരു സാധാരണക്കാരൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മളെന്താണ്, ഒറ്റയ്ക്കുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമുക്ക് ചെറിയ വരുമാനമേ, പരിമിതമായിട്ടുള്ള ഒരു വരുമാനമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. എന്നാൽ ഒരു ആയിരക്കണക്കിന് ആളുകളുടെ പ്രവൃത്തി മണിക്കൂർ കിട്ടുമ്പോൾ നമ്മൾ കോടികൾ ഉണ്ടാക്കി ടേൺ ഓവർ ഉണ്ടാക്കുന്ന വലിയ വ്യവസായികളായിട്ട് നമുക്ക് മാറാൻ പറ്റും. എന്നാൽ ഇതേപോലെ ഒരു സാധാരണക്കാരന് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇതൊന്നുമില്ലാതെ ലക്ഷക്കണക്കിന് പ്രവൃത്തി മണിക്കൂർ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായിയായി മാറാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലവിലൊരു കച്ചവട രീതി ഉണ്ട്, ട്രഡീഷണൽ മാർക്കറ്റിംഗ്. അല്ലെ, നമ്മളെല്ലാവരും കണ്ടുവരുന്ന ഒരു രീതിയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഒരു കട ഇട്ടിട്ട് അവിടുന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, അല്ലെങ്കിൽ വിൽക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ നമ്മൾ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ വാങ്ങിക്കുന്ന ആ ഉൽപ്പന്നം നമ്മൾ വാങ്ങിക്കുന്ന ആ കടയിൽ നിന്നാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ലാന്ന് നമുക്ക് ഓരോ വ്യക്തികൾക്കും അറിയാം. അല്ലെ, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാനായിട്ട് ഒരു ഫാക്ടറി ഉണ്ടാവും, അവിടുന്ന് ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് അത് കൈമാറും, അതൊരു ക്ലിയറിംഗ്സ് ആൻഡ് ഫോർവേഡിംഗ് ഏജന്റിലോട്ട് കൈമാറും, സോണൽ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് കൈമാറും, സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് കൈമാറും, ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് കൈമാറും. ഇങ്ങനെ ഒരു 5 or 6 ഇടനിലക്കാർ കൈമാറിയാണ് ഒരു ഉൽപ്പന്നം നമ്മളെ കയ്യിലോട്ട് എത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നത്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എന്താണ്, നമ്മുടെ ഒരു ഉൽപ്പന്നം, ഏതെങ്കിലും ഒരു ഉൽപ്പന്നം എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ഒരു ഉൽപ്പന്നം വാങ്ങിക്കുക. അല്ലെ, ഒന്നുകിൽ അതിന്റെ ബ്രാൻഡ് നെയിം നമ്മൾ എടുത്തു പറയും. അപ്പൊ നമ്മൾ സോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ ലക്സിന്റെ സോപ്പ് പറയും, ചായപ്പൊടി വാങ്ങിക്കുകയാണെങ്കിൽ കണ്ണൻദേവൻ ചായപ്പൊടി പറയും. ഇങ്ങനെ പല ഉൽപ്പന്നങ്ങളുടെ പേരുകളും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ പഠിച്ച സ്കൂളുകളിലോ കോളേജുകളിലോ ഒന്നുമല്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ശക്തമേറിയ പരസ്യത്തിലൂടെയാണ്. അല്ലെ, ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ പറയുന്നത്. അതായത് ഉദാഹരണമായിട്ട് പറയാം, ഇപ്പൊ നമ്മളൊരു റീറ്റെയിൽ ഡീലർ എടുത്ത് പോയിട്ട് നമ്മളൊരു 10,000 രൂപ കൊടുത്ത ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങിച്ചു എന്നിരിക്കട്ടെ.
എന്നാൽ ആ പ്രൊഡക്റ്റിന്റെ ആ ഉൽപ്പന്നത്തിന്റെ നിർമ്മാണ ചെലവും ലാഭവും വരുന്നത് മാർക്കറ്റിംഗ് എക്സ്പേർട്ടുകൾ പറയുന്നു 40 മുതൽ 35% മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് മാർക്കറ്റിംഗ് എക്സ്പേർട്ടുകൾ പറയുന്നത്. അതായത് നമ്മൾ 10,000 രൂപ കൊടുത്തൊരു ഉൽപ്പന്നം വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ 4,000 രൂപയെ ആ ഉൽപ്പന്നം നിർമ്മിക്കാനായിട്ടും അതിന് ലാഭവും അടക്കം വരുന്നുള്ളൂ. ബാക്കി വരുന്ന 6,000 രൂപയും പോകുന്നത് ഈ ഇടനിലക്കാരിലോട്ടും പരസ്യക്കാരിലോട്ടുമാണ്. അതായത് ഇവരാകട്ടെ, ഈ ഇടനിലക്കാരും പരസ്യക്കാരും ആകട്ടെ, ഇന്ത്യൻ ജനസംഖ്യയുടെ 5% താഴെ വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ഈ പരസ്യപ്രകാരം നമ്മളെ ഈ മോഹൻലാൽ നമ്മളെ കണ്ണൻ ദേവൻ ചായയുടെ പരസ്യം അഭിനയിക്കുന്നുണ്ട്, മലബാർ ഗോൾഡിന്റെ പരസ്യത്തിൽ അഭിനയിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെയൊക്കെ ഒരുപാട് പരസ്യത്തിൽ അഭിനയിക്കുന്നുണ്ട് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ താരമൂല്യമാണ് അവിടെ വിൽക്കുന്നത്. അപ്പൊ ഇതേപോലെ ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഒരു പ്രത്യേകത. എന്നാൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത പറയാം, സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെയും ഫാക്ടറി ഉണ്ടാവും, ഇവിടെയും ഉൽപ്പന്നം ഉണ്ടാവും. ആ ഉൽപ്പന്നം വിതരണം ചെയ്യുന്ന നേരത്തെ പറഞ്ഞ 5% ആളുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നം എടുക്കുന്ന ആ വിതരണക്കാരന്, ആരാണോ ഉൽപ്പന്നം വാങ്ങുന്ന കസ്റ്റമർ, ആ കസ്റ്റമർക്ക് തന്നെ ആ ഉൽപ്പന്നം വിതരണം ചെയ്യാനുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഐഡിയ ആണ് നമ്മൾ ആ ഉൽപ്പന്നം എടുക്കുന്നത് കൂടെ നമുക്ക് കിട്ടുന്നത്. സെയിം തന്നെയാണ്. നമ്മൾ ഒരു ഉൽപ്പന്നം വാങ്ങുന്നത് 10,000 രൂപയ്ക്കാണെങ്കിൽ ആ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ആ കമ്പനിയുടെ നിർമ്മാണ ചെലവും ലാഭവും വരുന്നത് 4,000 രൂപ തന്നെയാണ്. വ്യത്യാസം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ 5% ആളുകൾക്ക് പകരം ഇവിടെ ഏതൊക്കെ വ്യക്തികളാണോ ഇടനിലക്കാരായിട്ടും പരസ്യക്കാരുമായിട്ടും പ്രവർത്തിക്കാൻ തയ്യാറുള്ളത്, ആ വ്യക്തികളിലോട്ട് നേരത്തെ പറഞ്ഞ 6,000 രൂപ വിതരണം ചെയ്യുകയാണ് ഇവിടെ ഡയറക്ട് സെല്ലിംഗ് എന്ന മെത്തേഡിലൂടെ അറിയപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഞാൻ പരസ്യം ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഉൽപ്പന്നം വാങ്ങിക്കോ എന്നുള്ളൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ പരസ്യം ചെയ്തു കഴിഞ്ഞാൽ പല ആളുകളിൽ നിന്ന് നമ്മൾ ഉൽപ്പന്നം നമ്മുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് പല സമയങ്ങളിലും നമ്മൾ പരസ്യം ചെയ്യാറുണ്ട് അല്ലെ. നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചു, നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളതൊരു കൂട്ടുകാരൻ മൊബൈൽ വാങ്ങിക്കാൻ നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ അദ്ദേഹത്തിനോട് പറയുന്നത് എന്താ, ഇടാ ഈ ഉൽപ്പന്നം തന്നെയാണ്, ഈ പ്രൊഡക്റ്റ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്, നീ ഇത് തന്നെ വാങ്ങിച്ചോ എന്ന് പറയും അല്ലെ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ആ പരസ്യം അല്ലെങ്കിൽ ആ ഉൽപ്പന്നത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞത് കൊണ്ട് നമുക്കൊരു 5 പൈസയുടെ ഗുണം പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു വരുമാനം പോലും കിട്ടിയിട്ടില്ല. എന്നാൽ ഡയറക്ട് സെല്ലിങ്ങില് നിങ്ങൾ ഉപയോഗിച്ച ആ ഉൽപ്പന്നം എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിച്ചു, നിങ്ങൾക്ക് ഗുണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ കുറിച്ച് പരസ്യം ചെയ്യാനും ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കാനും തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനന്തമായിട്ടുള്ള ഒരു വരുമാനം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കച്ചവട രീതിയല്ല. 1940 കാലഘട്ടത്തിൽ അമേരിക്കയിൽ ആരംഭിച്ച് 100-ലേറെ രാജ്യങ്ങളിൽ പരീക്ഷിച്ചു വിജയിച്ച ഒരു രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. 1990-ന്റെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എത്തിയ സമയത്ത് ഫിക്കി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, അവർ പറയുന്നു 2025 കാലഘട്ടമാകുമ്പോൾ 1,08,00,000 ആളുകൾ ഡയറക്ട് സെല്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കും എന്നുള്ളത് ഫിക്കിയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, നല്ലൊരു കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് കേരള ഗവൺമെന്റും ഡയറക്ട് സെല്ലിങ്ങിന് നിയമം 2015 നിയമം കൊണ്ടുവരികയും അതിന്റെ ഒരു അസാധാരണ ഗസറ്റാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. നമ്മുടെ ഇതിന് പല പേരിലാണ് ഡയറക്ട് സെല്ലിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പല പേരിലും നമ്മളെ ബിസിനസ് അറിയപ്പെടുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള ഒരു ബുക്കിന്റെ ഗിഫ്റ്റ് എന്ന് പറയും, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ വകുപ്പ് ഇറക്കിയിട്ടുള്ള ഒരു കൈപ്പുസ്തകത്തിന്റെ പേജാണ് നിങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും 2021 ഡിസംബർ 28 ഡയറക്ട് സെല്ലിങ്ങിന് ഒരു ഗസറ്റും കാര്യങ്ങളൊക്കെ ഇറക്കി എന്നുള്ളതാണ്. വളരെ ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ആയിട്ട് ഡയറക്ട് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നു. അതേപോലെ FDSA, ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ 2019-2020 ഒരു വാർഷിക കണക്ക് പ്രകാരം $180.5 ബില്യൺ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് അവര് രേഖപ്പെടുത്തി വെക്കുന്നു. അതേപോലെ 118.4 മില്യൺ ആളുകൾ ലോകത്ത് ഇന്ന് ഡയറക്ട് സെല്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇതും 2019-2020 വാർഷിക കണക്ക് പ്രകാരമാണ് പറയുന്നത്. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയും അതേപോലെ തന്നെ $2.47 ബില്യൺ ടേൺ ഓവർ രേഖപ്പെടുത്തി ഇന്ന് ലോക രാജ്യങ്ങളിൽ ഏകദേശം 15-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത.
ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മികച്ചൊരു ഇൻഡസ്ട്രി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് നമ്മളൊരു മികച്ച ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ, ഒരുപാട് കമ്പനിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും, എങ്ങനെയാണ് മികച്ചൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങൾ മികച്ചതായിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഏറ്റവും ബെസ്റ്റ് കമ്പനി ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്, അല്ലെ? നമ്മളൊരു ക്യാഷ് കൊടുത്തു ഒരു ഉൽപ്പന്നം വാങ്ങി, വീണ്ടും ആ ഉൽപ്പന്നം വാങ്ങാൻ തോന്നണമെങ്കിൽ, പരസ്യമില്ലാണ്ട് നമുക്ക് വാങ്ങാൻ തോന്നണമെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി അത്രത്തോളം മികച്ചതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ വിശ്വസിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ്. വിജയിച്ച ഒരു ട്രാക്ക് റെക്കോർഡുള്ള കമ്പനി ആയിരിക്കണം നമ്മളെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കണം, വളരെ ഈസി ആയിട്ട്. കാരണം ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും ഉൽപ്പന്നം വാങ്ങിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുക, അല്ലെ? അങ്ങനത്തെ ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ബിസിനസ് അവസരം ചെയ്തു വിജയിപ്പിക്കാനായിട്ട് സാധിക്കണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം. കാരണം നമ്മളൊക്കെ പല വ്യക്തികളും പല കാറ്റഗറിയിൽ നിന്ന് വരുന്ന ആളുകളാണ്, പല ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും ഒക്കെ വരുന്ന ആളുകളാണ്. ഇവരെല്ലാവർക്കും കോമൺ ആയിട്ട് ഈ ബിസിനസിനെ കുറിച്ച്, ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് പറയാനും മനസ്സിലാക്കാനും നമ്മുടെ കൂടെയുള്ളവരെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് കോമൺ ആയിട്ട് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ട്രോങ് മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ്. നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റും അതേപോലെ നമുക്കൊരു സപ്പോർട്ട് കിട്ടാനായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സും വേണ്ടിയുള്ള ഒരു ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഉള്ള കമ്പനി ആയിരിക്കണം. ഇത്രയും 6 കാര്യങ്ങൾ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു കമ്പനിയെ കുറിച്ചാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ വളരെ പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ബിസിനസ് പ്ലാൻ ആണ് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കാൻ പോകുന്നത്. ആ കമ്പനിയുടെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. 2013 ഓഗസ്റ്റ് 14 കമ്പനി ഇന്ത്യയിൽ ന്യൂഡൽഹി ആസ്ഥാനമാക്കി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ബേസ്ഡ് മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഏകദേശം 700ഓളം പ്രൊഡക്റ്റ് ഔട്ട്ലെറ്റുകൾ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട്, നമുക്ക് നമ്മളെ രാജ്യത്ത് പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഇന്ത്യ ഷോപ്പി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് അഡ്രസ് വഴി നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റുകൾക്കുള്ള ഒരുപാട് സർട്ടിഫിക്കേഷനും സ്റ്റാൻഡേർഡൈസേഷനും ഒക്കെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. FSSAI സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള 24ഓളം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ആയുഷ് പ്രീമിയം എന്ന് പറയുന്ന സമയത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഏറ്റവും മികച്ച, ഒരു യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് വാങ്ങി, ഡോക്ടറെ കുറിപ്പില്ലാതെ വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന പ്രിപ്പറേറ്ററി ആയുർവേദിക് മെഡിസിൻസ് എന്ന കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് 24 പ്രൊഡക്റ്റുകൾ നമ്മളെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് സർട്ടിഫിക്കേഷൻ കമ്പനികൾക്ക് GMP സർട്ടിഫിക്കേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കേഷനും കാര്യങ്ങളുമായിട്ട് കമ്പനി ഇന്ന് വർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇന്ന് ഈ പ്രൊഡക്റ്റുകളെല്ലാം നിർമ്മിക്കുന്നത്, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബ്രെയിൻസ്, ഒരുപാട് ഇന്ത്യയിൽ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഡാബർ, റാൻബാക്സി, അങ്ങനെ ബൽസാര തുടങ്ങിയിട്ടുള്ള ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും പേര് കേട്ട ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ കാണുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് ആയിട്ടുള്ള KK, അതേപോലെ ഡോക്ടർ DB ആനന്ദനാരായണ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏകദേശം 18ഓളം സയന്റിസ്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു പാനലാണ് നമ്മളെ പ്രൊഡക്റ്റുകളൊക്കെ ഉള്ളത്. അപ്പൊ അതേപോലെ നമ്മളെ കമ്പനിയുടെ പ്രൊഡക്റ്റ്, ഏറ്റവും മികച്ച പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് വെൽനസ് കാറ്റഗറി പ്രൊഡക്റ്റുകളാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു, ഇപ്പോ നമ്മൾ ഒരുപാട് ആളുകൾ അറിഞ്ഞു വരുന്ന ഒരു കാറ്റഗറിയാണ് വെൽനസ്. അപ്പൊ നമ്മളെല്ലാവരും മുന്നേ കണ്ടുവരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽനെസ് കാറ്റഗറിയാണ്, അല്ലെ? രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും ഒരു വ്യക്തി വളരെ സന്തോഷത്തോടു കൂടിയല്ല ഒരിക്കലും രോഗം വന്നിട്ട് ചികിത്സിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നത്. എന്നാൽ വരുന്ന 1, 2, 3 കൊല്ലം കഴിയുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ അതിന് പാരലായിട്ട് ഇന്ന് വളരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് കാറ്റഗറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെൽനസ് കാറ്റഗറി പ്രൊഡക്റ്റുകളാണ്. അതിൽ തന്നെ ഏറ്റവും മികച്ച ബ്രാൻഡായിട്ടുള്ള എലമെന്റ്സ് വെൽനസ് എന്ന കാറ്റഗറിയാണ് നമ്മളെ പ്രൊഡക്റ്റുകൾ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്.
അതിൽ തന്നെ കഴിഞ്ഞ 2019, 2022, 2024 ഏറ്റവും മികച്ച എക്കണോമിക്സ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അവർ കൊടുത്തിട്ടുള്ള ഒരു അവാർഡാണ് നമ്മുടെ എലമെന്റ്സ് വെൽനസ് എന്ന ഈ കാറ്റഗറി പ്രൊഡക്റ്റുകൾക്ക് ഏറ്റവും മികച്ച പ്രൊഡക്റ്റുകളായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ജസ്റ്റ് ഞാൻ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഒന്ന് ഓടിച്ചു പോകും. നിങ്ങളെ വിളിച്ച വ്യക്തിയോട് ചോദിക്കാം, നിങ്ങൾക്ക് സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രൊഡക്റ്റുകളൊന്നും ഒന്നും മരുന്ന് മെഡിസിൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകളല്ല നമ്മളൊരു പ്രൊഡക്റ്റുകളും. നമുക്ക് രോഗം വരുന്നതിന് മുന്നേ രോഗം വരാതിരിക്കാൻ വേണ്ടി വാങ്ങി ഉപയോഗിക്കേണ്ട ടൈപ്പ് പ്രൊഡക്റ്റുകളാണ് നേരത്തെ പറഞ്ഞ പോലെ പ്രിപ്പറേറ്ററി ആയുർവേദിക് മെഡിസിൻസ് എന്ന കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ്. പക്ഷെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലിവഗൈൻ. കരളിന്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ലിവഗൈൻ എന്ന് പറയുന്നത്. നമ്മളെ അടുത്തൊരു പ്രൊഡക്റ്റാണ് വുമൺ കമ്പാനിയൻ എന്ന് പറയും. ലേഡീസിന്റെ എല്ലാ മാസവും ഉണ്ടാവുന്ന ആർത്തവ സമയത്ത് ഉണ്ടാവുന്ന വേദന, ഓവർ ബ്ലീഡിങ് എന്നിവയ്ക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് വുമൺ കമ്പാനിയൻ. അടുത്തൊരു പ്രൊഡക്റ്റാണ് കഫ്നി. ചുമ, വരണ്ട ചുമ, വില്ലൻ ചുമ, കഫം കിട്ടാത്ത ടൈപ്പ് ചുമയ്ക്കൊക്കെ നമ്മളെ ഉള്ളിലുള്ള കഫത്തിനെ ഇളക്കി പുറത്ത് കളയിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കഫ്നിൽ എന്ന് പറയുന്നത്. അതേപോലെ ഒരു പ്രൊഡക്റ്റാണ് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ. രക്തശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറയുന്നത്. വെരിക്കോസ് പോലത്തെ ഉള്ള ആളുകൾക്കൊക്കെ കൊടുത്തിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയുള്ള ഒരു പ്രൊഡക്റ്റാണ് മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ. അടുത്തൊരു പ്രൊഡക്റ്റാണ് വൂണ്ട് ഹീലിംഗ് ക്രീം. മുറിവിനും പൊള്ളലിനും ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കല പോലും ഇല്ലാതെ മാറി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് വൂണ്ട് ഹീലിംഗ് ക്രീം എന്ന് പറയുന്നത്. നോ വേദന ജെൽ. നമുക്കൊരു ബാമ് പോലെ തട്ടിലോ മുട്ടിലോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ബാമ് പോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നോ വേദന ജെൽ. അടുത്തൊരു പ്രൊഡക്റ്റാണ് മാൻ ശക്തിമാൻ. പുരുഷന്മാരുടെ കൗണ്ട് കുറവിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മാൻ ശക്തിമാൻ. സെക്ഷൽ പവർ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് മാൻ ശക്തിമാൻ എന്ന് പറയുന്നത്. അടുത്തൊരു പ്രൊഡക്റ്റാണ് ഫൈറ്ററസ്. ടെൻഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ഒരു ഉൽപ്പന്നമാണ് ഫൈറ്ററസ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു പ്രൊഡക്റ്റാണ് നോ വേദന ക്യാപ്സൂൾ. മുട്ടുവേദന, ജോയിന്റ് വേദന, ചുടുവാദം എന്നിവയ്ക്കൊക്കെ നമ്മൾ കൊടുത്തിട്ട് ഒരുപാട് റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നോ വേദന ക്യാപ്സൂൾ. ഒരിക്കലും ഇത് വേദന സംഹാരിയല്ല. എന്താണോ വേദനയ്ക്കുള്ള കാരണം ആ കാരണത്തെയാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണം കിട്ടുന്നത്. അടുത്തൊരു പ്രൊഡക്റ്റാണ് ഇമ്മ്യൂണോ3. പൈൽസ് പോലത്തെ രോഗങ്ങൾ വരാതിരിക്കാനും കുടൽ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇമ്മ്യൂണോ3. വെൽഹാർട്ട്. പേര് പോലെ തന്നെ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് വെൽഹാർട്ട്. 25 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിയും നിർബന്ധമായിട്ടും വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് വെൽഹാർട്ട് എന്ന് പറയുന്നത്. മിനിമം ഒരു 90 ദിവസത്തെ കോഴ്സ് പോലെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റാണ് ഈ കാണുന്നതെല്ലാം. അടുത്തൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ആയുഹീൽ. ഉപ്പൂറ്റി വിണ്ടുകളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പ്രോനാസിക. നമുക്കൊരു നാസൽ ഡ്രോപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് പ്രൊഡക്റ്റാണ്. അതേപോലെ ഐ എനർജി. കണ്ണിന്റെ അലർജി പ്രശ്നങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഐ എനർജി എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ വേറൊരു പ്രൊഡക്റ്റാണ് പ്രോട്ടീൻ പൗഡർ. നമ്മുടെ പ്രോട്ടീന്റെ എഫിഷ്യൻസി കുറഞ്ഞ ആളുകൾക്കും അതേപോലെ ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ട് 100% വെജിറ്റേറിയൻ ആയിട്ട് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് അംഗീകാരം കിട്ടിയുള്ള ഒരു പ്രൊഡക്റ്റാണ് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. അടുത്തൊരു പ്രൊഡക്റ്റാണ് മോറോലൈഫ്. നമ്മളെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. വെയിറ്റ് കുറയ്ക്കാനാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മോറോലൈഫ്. അതേപോലെ വേറൊരു പ്രൊഡക്റ്റാണ് 9E5. നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ വരാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിൻസിനെയും പുറന്തള്ളാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് 9E5 എന്ന് പറയുന്നത്. 14ഓളം വരുന്ന ബെറീസിന്റെ ഒരു എക്സ്ട്രാക്ട് ആണ് 9E5 എന്ന് പറയുന്നത്. അതുപോലെ ഷുഗർ ഉള്ള ആളുകൾക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡയബാലൈഫ്. കവചപ്രാശ്. നമ്മൾ ഈ മഴ നമുക്കറിയാം, കർക്കിടക മാസം കഴിഞ്ഞു, ഇന്ന് ചിങ്ങം തുടങ്ങി. എന്നാൽ പോലും നമുക്ക് പല ആളുകൾക്കും കാലാവസ്ഥയിൽ ഉണ്ടായിരുന്ന പെട്ടെന്നുള്ള മാറ്റത്തിൽ നമ്മളെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറഞ്ഞു പോകുന്ന ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ടും അല്ലെങ്കിൽ രോഗം വരാതിരിക്കാനായിട്ടും നമുക്ക് ശരീരത്തിന് ഒരു കവചം പോലെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കവചപ്രാശ്. 1 കിലോ ലേഹ്യമാണ്. കുട്ടികൾക്ക് മുതൽ നമ്മളെ വീട്ടിലെ ചെറിയ കുട്ടികൾ മുതൽ എത്ര പ്രായമുള്ള ആളുകൾക്ക് വരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നൊരു പ്രൊഡക്റ്റാണ്. അതേപോലെ നമുക്ക് നിത്യം ഉപയോഗിക്കാവുന്ന പല ചെറിയ ടൈപ്പ് പ്രൊഡക്റ്റുകളുണ്ട്. പേസ്റ്റ്, അതേപോലെ ഡേ പ്രൊട്ടക്ഷൻ ക്രീം, നൈറ്റ് പ്രൊട്ടക്ഷൻ ക്രീം, ഫേസ് വാഷ്, ഫെയർനെസ് ക്രീം, അൺഡ്രൈ ജെല്ല്, താരനുണ്ടെങ്കിൽ അതിന്റെ ഷാമ്പു, അതേപോലെ നിത്യം നമുക്ക് ഉപയോഗിക്കാവുന്ന പൗഡർ തുടങ്ങിയിട്ടുള്ള ചെറിയ സോപ്പ്, നമ്മളെ അടുക്കളയിൽ ഉപയോഗിക്കാവുന്ന ഹോം കെയർ പ്രൊഡക്റ്റുകൾ, ഡിഷ് വാഷ് ലിക്വിഡ്, അതേപോലെ ഗ്ലാസ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, നിങ്ങൾക്ക് നിത്യം ഉപയോഗിക്കാവുന്ന
ചെറിയ ചെറിയ പ്രൊഡക്റ്റുകൾ നമ്മളെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. അതേപോലെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ കാർഷികമായിട്ട് അഗ്രോ പ്രൊഡക്റ്റുകളും കമ്പനി പുതിയതായിട്ട് വന്നിട്ടുള്ള അഗ്രോ പ്രൊഡക്റ്റുകളും കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് നിത്യം ഉപയോഗിക്കാവുന്ന ടൈപ്പിലുള്ള ഇനി ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാനായിട്ട് MI DigiWorld എന്നൊരു ആപ്ലിക്കേഷനും ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഹാർവർഡ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക? നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പേഴ്സണൽ കെയർ ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതർ പ്രൊഡക്റ്റുകൾ ആയിക്കോട്ടെ, ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ വിളിച്ചിട്ടുള്ള നിങ്ങളെ ബന്ധുവിനോ സുഹൃത്തിനോ നിങ്ങളെ ഫോൺ നമ്പറും അല്ലെങ്കിൽ നിങ്ങളെ ഡീറ്റെയിൽസും കൊടുക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഒരു ഓൺലൈനായിട്ട് ഒരു 10 ID നമ്പർ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമുക്ക് ഒരു യുണീക്ക് ID നമ്പർ ആൻഡ് പാസ്വേഡ് കിട്ടും. ആ പാസ്വേഡ് അല്ലെങ്കിൽ യുണീക്ക് ID നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ ആയിട്ടോ ഓൺലൈൻ ആയിട്ടോ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ID അടിച്ചു, നമ്മൾ കുറച്ച് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്താൽ നമ്മളെ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞു. ആ ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും വില കുറവിൽ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ 6 ടൈപ്പ് വരുമാനം കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് റീറ്റെയിൽ ഇൻകം ആണ്. അതായത് അടുത്ത ഇൻകം എന്ന് പറഞ്ഞാൽ സെയിൽസ് ടേൺ ഓവർ ബോൺസ് ആഴ്ചയിലാണ്. റീറ്റെയിൽ ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി എടുക്കാൻ പറ്റും. മൂന്നാമത്തെ വരുമാനം റാങ്ക് ഇൻകം ആണ്. കമ്പനി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ റാങ്ക് തരും. ആ റാങ്കിനനുസരിച്ച് ഇൻകം ഓരോ മാസങ്ങളിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തതാണ് പെർഫോമൻസ് ബോണസ്. കമ്പനിയുടെ ആദ്യത്തെ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തികൾ കിട്ടുന്നതാണ് പെർഫോമൻസ് ബോണസ്. കമ്പനിയുടെ മൂന്നാമത്തെ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ലോയൽറ്റി ബോണസ് കിട്ടും. അടുത്തതാണ് റോയൽറ്റി ഇൻകം. ഇങ്ങനെ 6 ടൈപ്പിൽ ഇൻകം തരാൻ കമ്പനി തയ്യാറാണ്. അപ്പോൾ ആദ്യത്തെ പ്രോഫിറ്റ് ആണ് റീറ്റെയിൽ പ്രോഫിറ്റ്. അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. നമ്മളെല്ലാവരും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത് MRPയിലാണ്. കാശ് കൊടുത്ത് നമ്മൾ MRPയിലാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. എന്നാൽ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി DP പ്രൈസിൽ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിലാണ് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത്. നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ വാങ്ങിച്ച ഉൽപ്പന്നം നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നിങ്ങൾക്ക് കൊള്ളാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് MRP റേറ്റിൽ വിറ്റ് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ സാധിക്കും. അതാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. ഇനി അടുത്തൊരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ടേൺ ഓവർ ബോണസ് ആണ്. ഇപ്പോ കമ്പനി ഏത് ഉൽപ്പന്നം വാങ്ങിച്ചു കഴിഞ്ഞാലും നമ്മൾ എത്ര രൂപയുടെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാലും അത് BV അലോക്കേഷൻ ആയിട്ട് കമ്പനി മാറ്റും. അതിൽ ഇന്ത്യാഗ്രോ, എലമെന്റ്സ്, ഓൺ ആൻഡ് ഓൺ എന്ന് പറയുന്ന 3 ബ്രാൻഡുകളിൽ 75% ബിസിനസ് കൂടിയും ന്യൂ സ്റ്റാർ, ആഹാർ, MI ഹോം എന്ന് തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളിൽ 35% ബിസിനസ് കൂടിയുമായിട്ട് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി നിങ്ങളെ പ്രധാനപ്പെട്ട നമ്മൾ ID അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കമ്പനി നമ്മളെ ഓർഗനൈസേഷൻ 1, ഓർഗനൈസേഷൻ 2 എന്ന് പറയുന്ന 2 ഭാഗങ്ങളായിട്ട് നമ്മളെ തിരിക്കുന്നു. അപ്പൊ നമ്മൾ ബിസിനസ് തുടങ്ങി, നമ്മൾ ഉൽപ്പന്നം ഉപയോഗിച്ചു, കൊള്ളാൻ തോന്നി. ഈ ബിസിനസ് നിങ്ങൾക്ക് 3 രീതികളിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് ആളുകളെ പരിചയപ്പെടുത്താം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബന്ധുക്കളോട് നേരിട്ട് നിങ്ങൾക്ക് ഈ ഉൽപ്പന്നത്തെ കുറിച്ചോ ഈ ബിസിനസിനെ കുറിച്ചോ നിങ്ങൾ പറയാൻ അറിയുമെങ്കിൽ മാത്രം നേരിട്ട് പറയാം. അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നിന്ന് 1000 രൂപയെങ്കിലും വരുമാനം വാങ്ങിച്ച ഒരു വ്യക്തിയുടെ കൂടെ, നിങ്ങളെ ലീഡറുടെ കൂടെ നിങ്ങൾക്ക് ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു, നിങ്ങളെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് ഒരു ചെറിയ ഹോം മീറ്റിംഗ് പോലെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ഹോം ഷോപ്പിംഗ് പോലെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും അടുത്തൊരു രീതിയും കൂടി ഇപ്പൊ ഇതേപോലെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പരിചയപ്പെടുത്താം സൂം മീറ്റിങ്ങിലൂടെ. അടുത്തൊരു രീതി എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ഹാളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിൽ നിങ്ങൾക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പല ഏരിയകളും നിങ്ങളെ ലീഡേഴ്സിനോടോ നിങ്ങളെ ബന്ധുക്കളോടോ നിങ്ങൾ വിളിച്ച വ്യക്തികളോടോ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സമയവും നിങ്ങൾക്ക് കിട്ടും. അവിടെയൊക്കെ വലിയ ലെവലിലുള്ള ആളുകൾ ഈ ബിസിനസിനെ കുറിച്ച് പറയുന്നതും പരിചയപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങളെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും അവർക്ക് ഈ ബിസിനസ് അവസരം വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. അങ്ങനെ നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ഓർഗനൈസേഷൻ 1, ഓർഗനൈസേഷൻ 2 നിങ്ങൾ ഒരു ബന്ധു പറഞ്ഞു എനിക്ക് ഈ ബിസിനസ് അവസരം താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു 10,000 BVയുടെ ബിസിനസ് എടുത്തു സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളെ ഓർഗനൈസേഷൻ 2 2 വ്യക്തികൾ 5,000 ബിസിനസ് കൂടിയും 5,000 ബിസിനസ് കൂടിയും എടുത്ത് സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളെ ഓർഗനൈസേഷൻ 1 10,000 ബിസിനസ് വോളിയം, ഓർഗനൈസേഷൻ 2 10,000 ബിസിനസ് വോളിയം വന്നു. അങ്ങനെ മാച്ചിങ് അതിന്റെ ഒരു 12% മാച്ചിങ് ആയിട്ട് കണക്കാക്കി അതിന്റെ ഇൻകം ആയിട്ടുള്ള 1,200 രൂപയാണ് ആ ആഴ്ച നിങ്ങൾക്ക് വരുമാനമായിട്ട് കമ്പനി ആദ്യത്തെ ആഴ്ച അയച്ചു തരുന്നത്. അപ്പൊ നമുക്കൊരു സംശയം വരാം, 10,000 വന്നാലേ നമുക്ക് വരുമാനം കിട്ടും. അല്ലെങ്കിൽ അടുത്ത മാസം നമ്മൾ ഉപയോഗിച്ച സാധനം നമുക്ക് കൊള്ളാൻ തോന്നി, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉൽപ്പന്നം വാങ്ങിക്കണം തോന്നി, കാരണം നമ്മളെ ബന്ധുക്കളും സുഹൃത്തുക്കളും കുറച്ചുകൂടെ ഉണ്ട്, നല്ല ഉൽപ്പന്നം കൊടുത്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയ സമയത്ത് വാങ്ങിച്ചതോ അല്ലെ നമ്മളെ കൂടെ ഉള്ളവർ വാങ്ങിച്ചതോ ആവാം. അങ്ങനെ വരുന്ന സമയത്ത് അടുത്ത ആഴ്ച ഓർഗനൈസേഷൻ 1 20,000 ബിസിനസ് വോളിയം വന്നു, ഓർഗനൈസേഷൻ 2 20,000 ബിസിനസ് വോളിയം കണക്കാക്കി അതിന്റെ 12%ആയിട്ടുള്ള 2,400 രൂപയാണ് ആ ആഴ്ച വരുമാനമായിട്ട് നിങ്ങൾക്ക് കമ്പനി വരുമാനമായിട്ട് അയച്ചിരുന്നത്. ഇതേപോലെ ബിസിനസ് ശാസ്ത്രം വളരെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകൾ വന്ന് ഉൽപ്പന്നം വാങ്ങിക്കുന്നു, അവർ വിൽക്കുന്നു. പല രീതിയിലുള്ള ആളുകൾ നമ്മളെ കൂടെ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഒരു പ്രത്യേക ആഴ്ച 1 ലക്ഷം ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1 2 ലക്ഷം ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 2 വന്ന സമയത്ത് കമ്പനി നോക്കുമ്പോൾ ഒരേപോലെ എല്ലാ ബിസിനസ് വന്നത്. നേരത്തെ നിങ്ങൾ കണ്ടു 10 വന്നു, 1,200 തന്നു, 20 വന്ന സമയത്ത് 2,400 വന്നു. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് 1 ലക്ഷം ഓർഗനൈസേഷൻ 1 2 ലക്ഷം ഓർഗനൈസേഷൻ 2 ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ഏതാണ് ചെറുത് എന്ന് കമ്പനി നോക്കും. നോക്കിയ സമയത്ത് 1 ലക്ഷമാണ് ചെറുത്. ആ 1 ലക്ഷത്തിന്റെ 12%ആയിട്ടുള്ള 12,000 രൂപയാണ് ആ ആഴ്ച നമുക്ക് വരുമാനമായിട്ട് അയച്ചിരുന്നത്. അപ്പൊ അടുത്ത ആഴ്ച അപ്പൊ ആ 1 ലക്ഷം നമുക്കൊരു സംശയം ഉണ്ടാവും, അത് എവിടെ പോകും? കാരണം അവിടെ 2 ലക്ഷം ബിസിനസ് കൂടെ ഉണ്ടല്ലോ. ആ 1 ലക്ഷം ബിസിനസ് കൂടെ കമ്പനി മാറ്റിവെക്കും അടുത്ത ആഴ്ചത്തേക്കോ അടുത്ത മാസത്തേക്കോ അടുത്ത വർഷത്തേക്കോ. എന്താണോ ആനുപാതികമായിട്ട് നമ്മളെ 1ലോ 2ലോ കച്ചവടം വരുന്നത് അന്ന് അതിന്റെ കൂടെ കമ്പനി വരുമാനമാണ് അയച്ചിരും. അപ്പോൾ ഓർഗനൈസേഷൻ 1 ഒരു പ്രത്യേക ആഴ്ച 5 ലക്ഷം ബിസിനസ് വോളിയം വന്നു, ഓർഗനൈസേഷൻ 2 4 ലക്ഷം ബിസിനസ് വോളിയേ വന്നിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ മാറ്റി വെച്ചിട്ടുള്ള ആ 1 ലക്ഷം 4 ലക്ഷത്തിന്റെ കൂടെ ആഡ് ചെയ്ത് 5 ലക്ഷം മാച്ചിങ് ബി വി ആയിട്ട് കണക്കാക്കി അതിന്റെ 12%ആയിട്ടുള്ള 60,000 രൂപയാണ് ആ ആഴ്ച നിങ്ങൾക്ക് വരുമാനമായിട്ട് കമ്പനി അയച്ചു തരിക. ഇങ്ങനെ അനന്തമായിട്ട് കമ്പനിക്ക് വരുമാനം കൊടുത്തുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. കമ്പനിക്ക് വരുമാനം കൊടുക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉയർന്ന സംഖ്യയിലേക്ക് പോവുകയാണ്. ഒരു പ്രത്യേക ആഴ്ച 10 ലക്ഷം ബിസിനസ് വോളിയവും ഓർഗനൈസേഷൻ 1 10 ലക്ഷം ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 2 വരുന്ന സമയത്ത് അതിന്റെ മാച്ചിങ്ങിന്റെ 12%ആയിട്ടുള്ള 1,20,000 രൂപയാണ് ആ ആഴ്ച വരുമാനമായിട്ട് കമ്പനി നിങ്ങൾ അക്കൗണ്ടിലോട്ട് അയച്ചു തരുന്നത്. ഇങ്ങനെ ഒരു പ്രത്യേക ആഴ്ച വന്നു, ആ വന്ന സമയത്ത് നിങ്ങളെ കൂടെയുള്ള ഒരുപാട് ആളുകൾ വന്ന സമയത്ത് അവരെല്ലാം ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഓർഗനൈസേഷൻ 1 17 ലക്ഷം ബിസിനസ് വോളിയം, ഓർഗനൈസേഷൻ 2 17 ലക്ഷം ബിസിനസ് വോളിയം ഒരാഴ്ച മാച്ചിങ് ആയ വന്ന സമയത്ത് ആ ആഴ്ച കമ്പനിക്ക് കൊടുക്കുന്ന വരുമാനമാണ് 17 ലക്ഷത്തിന്റെ 12%ആയിട്ടുള്ള 2,10,000 എന്ന സീലിംഗ് ലിമിറ്റ് ആണ് കമ്പനി ഒരാഴ്ച നമുക്ക് വരുമാനമായിട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആഴ്ചയിൽ 2,10,000 എന്ന് പറയുമ്പോൾ ഒരു മാസം 8,40,000 വരെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു അവസരമാണ് നമ്മൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേട്ടിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ വരുമാനത്തെ കുറിച്ച് പറയാം, പെർഫോമൻസ് ബോണസ്. കമ്പനിക്ക് ഒരു മാസമുണ്ട്. നമ്മുടെ ഓർഗനൈസേഷൻ 1 1 ലക്ഷം ബിസിനസ് വോളിയം, ഓർഗനൈസേഷൻ 2 ഒരു ബിസിനസ് വോളിയം, ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും? അതിന്റെ ഇത്ര ശതമാനം ഇൻകം ആയിട്ട് ഒരു മാസം പെർഫോമൻസ് ബോണസ് ആയിട്ട് കമ്പനി വരുമാനമായിട്ട് നമുക്ക് അയച്ചു തരും. സ്റ്റാർ പെർഫോമൻസ് എന്ന ഇൻകം കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ 4ാമത്തെ ഇൻകം സ്റ്റാർ സിൽവർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള റാങ്ക് ഇൻകം ഒരുപാട് ടൈപ്പ് ഇൻകം നമുക്ക് കിട്ടാനായിട്ടുണ്ട്. 5ാമത്തെ ഇൻകം എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ DTC എന്ന റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലോയൽറ്റി ബോണസ് എന്ന ഇൻകം കിട്ടാൻ സാധ്യതയുണ്ട്. 6ാമത്തെ റാങ്ക് മന്ത്ലി ഇൻകം വേറെ കിട്ടാനുണ്ട്. ഇതിലെല്ലാം ഉപരി നമ്മളെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിട്ട് നിങ്ങൾ ഓരോ വ്യക്തിയിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട്. ഈ ബിസിനസ് അവസരത്തിൽ നമ്മളെല്ലാവരും ചിന്തിച്ചു നോക്കുക, നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷെ നമ്മളെ അഭാവം കൊണ്ട് അല്ലെങ്കിൽ നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ വീട്ടിലോട്ടുള്ള പ്രധാന വരുമാനം നമ്മളാണെങ്കിൽ നമ്മളില്ലാത്ത അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം നിന്നുപോകും എന്നുള്ളത് നമുക്ക് ഓരോ വ്യക്തികൾക്കും അറിയാം. അങ്ങനെ പക്ഷെ ഈ ബിസിനസ്സിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, നല്ലൊരു ടീമായി കഴിഞ്ഞാൽ ആ ടീം പ്രവർത്തിക്കുന്നതിന്റെ അല്ലെങ്കിൽ വാങ്ങുന്നതിന്റെ ഒരു വരുമാനം നിങ്ങൾക്ക് ആഴ്ചയിൽ 2,10,000 കിട്ടുന്നതെങ്കിൽ അത് എല്ലാ ആഴ്ചയും നിങ്ങളുടെ നോമിനി ആരെയാണോ വെച്ചത് അങ്ങനെ ആ വ്യക്തികൾക്ക് അത് അയച്ചു കൊടുക്കും.
അങ്ങനെ 3 തലമുറ വരെ ആ നോമിനേഷൻ ID കമ്പനി കൈമാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കമ്പനിക്ക് ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റ്, അതേപോലെ വിജയിച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു കമ്പനിയാണ്. 2013 നമ്മളെ കമ്പനി തുടങ്ങിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 11 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു കമ്പനിയുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഓരോ വ്യക്തികളും ഇപ്പൊ കേട്ടിട്ടുള്ളത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് ജയിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ബിസിനസ് പ്ലാൻ ആണ്. അതുപോലെ നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഹൈ ക്വാളിറ്റി മാനേജ്മെന്റും ലീഡേഴ്സും ഉള്ള ഒരുപാട് അച്ചീവ്സ് ഉള്ള ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി. അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ, ആഴ്ചയിൽ 2,10,000 വരെ, അതായത് 450 മുതൽ 2,10,000 വരെ കിട്ടാനായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഉള്ള ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി. ISO 9001:2000 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഫിക്കി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയില് കമ്പനി മെമ്പറാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, 500 കോടിക്ക് മുകളിൽ വിറ്റുവരവുള്ള കമ്പനികൾക്ക് മാത്രം അംഗത്വം കിട്ടുന്ന ഒരു ക്ലബ്ബാണ് ഫിക്കി എന്ന് പറയുന്നത്. ഇതിൽ മെമ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ. അതേപോലെ FDSA, ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷനിൽ കമ്പനി മെമ്പറാണ്. അതേപോലെ കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത്. അതിലും അതിന്റെ ഒരു സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കമ്പനിക്കും ഉണ്ട്. ഇത്രയും മികച്ച ഒരു എല്ലാ രീതികളും അടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി. നിങ്ങൾ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. നിരന്തരമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറുള്ള, ഒരു സിസ്റ്റം പ്രകാരം പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഏതൊരു വ്യക്തിക്കും ഈ ബിസിനസ്സിലൂടെ വിജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ള